ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറുപയറിൻ്റെ റെസിപ്പിയാണ്. ചെറുപയർ തോരൻ. ഇത് നല്ലൊരു ഡെലിഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു തോരനാണ്. എല്ലാവരുടെയും വീട്ടിലും ചെറുപയർ സാധാരണ ഉണ്ടാകുന്നതാണല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ചെറുപയർ തോരത്തിന് വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് 3-4 പ്രാവശ്യം കഴുകിക്കൊണ്ട് വരാം. ഞാൻ ആ ചെറുപയർ മുഴുവനായിട്ട് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ എടുത്ത ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഓണാക്കി നമുക്ക് ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് വെള്ളത്തിൽ കുതിർക്കാത്ത ചെറുപയറാണ്. കുതിർത്ത ചെറുപയറാണ് ഒരു 2 വിസിൽ അടിച്ചാൽ മതിയാകും. ഇത് കുതിർക്കാത്ത ചെറുപയറായതുകൊണ്ട് 6 വിസിൽ അടിക്കണം, വെന്ത് കിട്ടണമെങ്കിൽ. ഞാൻ ഫ്ലെയിം ഓണാക്കി കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിച്ച് വെന്ത് വരട്ടെ. ഇത് ഈ കുക്കർ ആയതുകൊണ്ട്, സ്റ്റീം കുറവുള്ള കുക്കർ ആയതുകൊണ്ടാണ് ഒരു 6 പ്രാവശ്യം അടിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ കുക്കറാണെങ്കിൽ ചിലപ്പോൾ 5 പ്രാവശ്യമോ 4 പ്രാവശ്യമൊക്കെ അടിച്ചാൽ തന്നെ ചെറുപയർ വെന്ത് കിട്ടുന്നതാണ്. ഈ കുക്കറിൽ ഒരു 6 പ്രാവശ്യം അടിച്ചാൽ മാത്രമേ ഇത് ചെറുപയർ വെന്ത് കിട്ടുകയുള്ളൂ. ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യുക. പയർ വേകുന്ന നേരത്തേക്ക് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് തോരത്തിന് അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ ആ തേങ്ങാക്കൂട്ടെല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ചെറുപയറിൽ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കുക്കറിന് തുറന്ന് നോക്കാം. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ചെറുപയർ തോരൻ വെക്കുന്നതിന് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടണം. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒന്നേലൊന്ന് തൊടാതെ കിടക്കുന്ന ആ പരുവത്തിൽ തന്നെ വെന്ത് കിട്ടണം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന നേരത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നേരത്തേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് മൂത്ത് വരാൻ തുടങ്ങുന്ന നേരത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവോള കഴുകി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ പയർ ചേർത്തിരുന്നതാണ്, അതുകൊണ്ടത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ആ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം.
തേങ്ങാക്കൊട്ട് ചേർത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി വരണം. ഇത് ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഈ പരുവത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഒന്നിലൊന്ന് തൊടാതെ നല്ല സ്മൂത്തായിട്ടുള്ള ചെറുപയർ മെഴുക്കുവരട്ടിയാണ്, ചെറുപയർ തോരനാണ്. ഇത് നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം കൂടുതൽ വെച്ചാൽ ചെറുപയർ കുഴഞ്ഞു പോകും. അതനുസരിച്ച് കറക്റ്റിന് വെള്ളം വെക്കുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ നല്ല വെന്ത് പോകാത്ത ചെറുപയർ മെഴുക്കുവരട്ടി കിട്ടും. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. തീരെ സിമ്മിലിട്ട് ഈ അരപ്പൊക്കെ ചേർത്ത അരപ്പൊക്കെ ഒന്ന് വേകാൻ വേണ്ടി 5 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ്, ഫ്ലെയിം തീരെ സിമ്മിൽ വേണം ഇടാൻ. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം വെന്ത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതൊരു നല്ലൊരു നാടൻ റെസിപ്പിയാണ്. പുട്ടിനും കഞ്ഞിക്കും അതുപോലെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ഡെലിഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ചെറുപയർ തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ താങ്ക് യു.